ഹരേ കൃഷ്ണ. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം പേട്ടയിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായ വരാഹി ക്ഷേത്രത്തിലാണ്. വരാഹി പഞ്ചമി ക്ഷേത്രം. ഇന്ന് വസന്ത പഞ്ചമിയാണ്. ആ വസന്ത പഞ്ചമിയിൽ ആരോ എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഇന്നലെ മുതൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു വരാഹി ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയാലോ? ദേവി വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നി. ഇന്ന് വസന്ത പഞ്ചമിയാണെന്നറിയാം, പക്ഷേ ഈ അമ്പലത്തിൽ ഉത്സവമാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ 9 മണിക്ക് ക്ലോസ് എന്ന് കാണിച്ചു. എങ്കിലും പോയേക്കാം എന്നോർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8:50 പക്ഷേ എന്നാലും ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ അഥവാ നടയടച്ചാലും അമ്പലമൊക്കെ കണ്ടിട്ട് പോരാം, വരുന്ന വെള്ളിയാഴ്ച പോകാം. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ വരാഹി പഞ്ചമി ക്ഷേത്രം അശ്വതി മഹോത്സവം എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാ ദീപ അലങ്കാരങ്ങളോടും കൂടി നവദീപങ്ങൾ സാക്ഷിയാക്കി സർവാഭരണ വിഭൂഷിതയായി ദേവി ഞങ്ങളെ വരവേറ്റു. അവിടെ നിന്നുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം ജപിച്ച് ദേവിയുടെ പുറത്ത് ദേവി എഴുന്നള്ളി വന്ന് നമ്മളെ അത്രയും അനുഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു. നമ്മുടെ ഭഗവാൻ നാരായണൻ വരാഹ അവതാരത്തിൻ്റെ ശക്തി സ്വരൂപിണിയാണ് വരാഹി ദേവി. ഭഗവാൻ നാരായണൻ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ ഉയർത്താൻ സഹായിച്ചത് ഭഗവാന്റെ ഈ വാമഭാഗമായ വരാഹി ദേവിയാണ്. സപ്ത മാതാക്കളിൽ ഒരു ദേവിയാണ് വരാഹി ദേവി. ഉഗ്രസ്വരൂപിണിയാണ്. ഈ ദേവിയെ ഉപാസിച്ചാൽ നമ്മുടെ എന്താ പറയുക, 7 അയലത്ത് പോലും ശത്രുക്കൾ വരില്ല. നമുക്ക് എപ്പോഴും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. വരാഹ അവതാരത്തിൻ്റെ ശക്തി സ്വരൂപമായ ഈ വരാഹി ദേവി ലളിതാദേവിയുടെ സർവസൈന്യാധിപയാണ്. ദേവിക്ക് വാർത്താളി, വജ്രമുഖി, സ്വപ്നേശി, പന്നിമുഖി, ഭൂശക്തി, സേനാനായകി, മഹാകർണിക, ധൂമ്രരൂപി എന്നും പേരുകളുണ്ട്. ദേവി മാഹാത്മ്യത്തിൽ രക്തബീജവധ സമയത്താണ് സപ്തമാതൃക്കൾ അവതരിച്ചത്. ദുർഗാദേവിയുടെ പൃഷ്ഠഭാഗത്തു നിന്നാണ് വരാഹിയുടെ ഉത്ഭവം എന്നാണ് പറയുന്നത്. ദേവിയുടെ സാധകന് സ്തംഭനം, മാരണം, വശ്യം എന്നിവയൊന്നും ഏൽക്കുകയില്ല പറയുന്നു. ദേവിയുടെ രൂപം പന്നിയുടെ മുഖവും മനുഷ്യ ശരീരവുമാണ്. നീല നിറങ്ങളാണ്. ദേവിയുടെ 4 കൈകളിൽ കലപ്പ, സുദർശന ചക്രം, അഭയവരദ മുദ്ര എന്നിങ്ങനെയുണ്ട്. ചിലതിൽ 6 കൈകളും ചിലതിൽ 8 കൈകളുമുണ്ട്. ചിലതിൽ 18 ഹസ്തവും കാണുന്നുണ്ട്. മഹിഷവാണ് വാഹനം. ദേവി സാധകന് ആഗ്രഹിച്ചത് എന്തും നൽകുന്ന നമ്മുടെ വരാഹി ദേവി, നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന വരാഹി ദേവി ഒരു നാടിനെ തന്നെ രക്ഷിക്കാനും നശിപ്പിക്കാനും സാധിക്കുമത്രേ. ദേവിയുടെ സാധകന് ഒരു ശത്രുദോഷവും ഏൽക്കുകയില്ല. ദേവി കോപിച്ചാൽ രക്ഷപ്പെടുക അസാധ്യമെന്ന് ഗുരുക്കന്മാർ പറയുന്നുണ്ട്. ദേവിയെ പൂജിക്കാൻ ഈ ദേവിയുടെ ഉപാസകന്റെ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം പോയി അവന് മഹായോഗം, പൂർവജന്മ സുഹൃത്തം തന്നെയാണത്രേ ഈ ദേവിയെ പൂജിക്കാൻ കഴിയുന്നത്, ദേവിയെ ചെന്ന് ദർശിക്കാൻ കഴിയുന്നത്. വരാഹി അമ്മ മഹാകാളിയുടെ ഒരു അംശമാണ്. ഓം കുണ്ടലിനി പുരവാസിനി ചണ്ഡമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വാരാഹി നമസ്തുതേ. അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി നമസ്തുതേ. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ലോകത്തിൽ ശത്രുക്കൾ ഉണ്ടാകുകയേയില്ല. മനുഷ്യ ശരീരവും പന്നിയുടെ മുഖവും ഉള്ളവളാണ്. കോപത്തിൽ അങ്ങേയറ്റം കോപമുള്ളവൾ. പക്ഷേ വരാഹി അമ്മ കാരുണ്യവാരിധിയാണ്. ലളിതാദേവിയുടെ സേനാനായികയായി യുദ്ധത്തിന് പോയി ജയം കൊണ്ടവളാണ്. അമ്മയുടെ രഥമാണ് ഗിരിചക്രം. സേനാനാഥ, ദണ്ഡനാഥ, വാരാഹി, പഞ്ചമി, കൈവല്യരൂപി, വീരനാരി, വാർത്താളി, ബലിദേവത, സങ്കേത, സമയേശ്വരി, മഹാസേന,
അരിഗ്നി, മുഖ്യമായി ആജ്ഞാചക്രേശ്വരി എന്നിവയും അമ്മയുടെ പേര് തന്നെയാണ്. വരാഹി സ്വരൂപത്തിൽ സ്വപ്നവരാഹി, അശ്വാരൂഢവരാഹി, ആദിവരാഹി, ലഘുവരാഹി എന്നീ ബലമുള്ള അമ്മ പല നിറത്തിലുള്ള വസ്ത്രങ്ങളും നീല, ചുവപ്പ്, മഞ്ഞ എന്നിവയും ധരിക്കുന്നു. പല ആയുധങ്ങളും ധരിക്കുന്നു. പന്നിക്ക് നൈസർഗികമായി ആകാശത്തെ നോക്കാനുള്ള കഴിവില്ല. എപ്പോഴും അത് ഭൂമിയെ നോക്കി നടക്കുന്നു. ഒരു പന്നിയായി അവതാരമെടുത്ത് ഭൂമിയെ കടലിൽ നിന്ന് ഒരു തൂക്കിക്കൊണ്ട് തൻ്റെ തല ഉയർത്തി നിർത്തിപ്പിടിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ അമ്മ ഉയർത്തുന്നു. അമ്മയുടെ ദണ്ട് നമ്മിലുള്ള ശക്തിയെ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നു. കുണ്ടലിനി ശക്തിയെ ആജ്ഞാചക്രത്തിൽ വെച്ച് തപം ചെയ്താൽ നാം വിചാരിച്ച കാര്യങ്ങളെല്ലാം സഫലമാകും. പറയുന്ന വാക്കുകൾ അത് പൊന്നാകുമത്രേ. ഈ വരാഹി ദേവിയെ പൂജിച്ചാൽ നമ്മുടെ ശത്രുക്കളെല്ലാം മിത്രങ്ങളായി വരും. വരാഹി സാധകനെ ആരും ഒരു വശ്യവലയത്തിലും വീഴ്ത്താൻ സാധിക്കുകയില്ലത്രേ. ദേവഗുണവും മൃഗഗുണവും ഉള്ളവളാണ് ഈ വരാഹി ദേവി. അതിനാൽ ദേവിയെ ഉഗ്രദൈവമായിട്ട് തന്നെ പൂജിക്കുന്നു. അമ്മയുടെ മൂലമന്ത്രമായ ഓം വജ്രഘോഷം, ഓം വജ്രഘോഷം, ഓം വജ്രഘോഷം എന്നിങ്ങനെ എപ്പോഴും ജപിക്കുക. ഓം വരാഹി ദേവി നമഃ. അമ്മേ ശരണം ദേവി. ഓം ശ്രീ വരാഹി വജ്രഘോഷ വരാഹി നമഃ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണ ശ്രീ ലളിതാ പരമേശ്വരി നമഃ. അങ്ങനെ ഒക്കെ നമുക്ക് അമ്മയെ പൂജിക്കാം. നമ്മൾ ഈ വരാഹി ക്ഷേത്രത്തിൽ ചെന്നാൽ ആദ്യത്തെ കോവിലിൽ ദുർഗാദേവിയാണ്. ദുർഗാദേവിയും ആ മഹാലക്ഷ്മിയും സരസ്വതിയും കാളിയും ചാമുണ്ടേശ്വരിയും നാഗദൈവങ്ങളും ഗണപതിയും അയ്യപ്പൻ്റെ സാന്നിധ്യവും എല്ലാം കുടികൊള്ളുന്ന ഈ പേട്ടയിലെ വരാഹി ക്ഷേത്രത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ദർശനം നടത്തുക. എല്ലാ മാസവും പഞ്ചമി നാളിൽ അമ്മയ്ക്ക് നവദീപങ്ങളും അതുപോലെ ഒരു പ്ലേറ്റിൽ അരിയിട്ട് ഒരു നാളികേരമുടച്ച് അതിൽ 5 തിരിയിട്ട് ഒരു മുറിയിൽ 5 തിരിവീതമിട്ട് കത്തിച്ച് പഞ്ചമി വിളക്കും കത്തിക്കും. അതാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള വഴിപാട്. അതുപോലെ അമ്മയുടെ ഇഷ്ട ഭക്ഷണം ഭൂമിക്കടിയിലുള്ള മധുരക്കിഴങ്ങാണ്. അമ്മ ഒരു പന്നിയുടെ രൂപം ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മധുരക്കിഴങ്ങിനെ ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് തുരന്ന് തിന്നുമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ അവിടെ പോകുന്നവർ അമ്മയ്ക്ക് മധുരക്കിഴങ്ങ് നിവേദ്യമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ശത്രുദോഷവും മാറുവാനും സകല ഐശ്വര്യവും കൈവരുവാനും ആ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് നമ്മുടെ അറിവുള്ള നമ്മുടെ ആചാര്യന്മാരെല്ലാവരും പറഞ്ഞു തരുന്നു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ഒരിക്കലെങ്കിലും ഈ പഞ്ചമി വരാഹി ക്ഷേത്രത്തിൽ വരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഓം വജ്രഘോഷം. ഓം വരാഹി ദേവിയൈ നമഃ. ഹരേ കൃഷ്ണ.